ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഹലോ ഗായ്സ് ഫാമിലി. അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്ന് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത് സ്ട്രെസ് റിലീഫ്, എങ്ങനെയാണ് നമുക്കൊരു സ്ട്രെസ് ഫുള്ളായിട്ടുള്ളൊരു സിറ്റുവേഷൻ റിലീഫ് ചെയ്യാൻ പറ്റും. മിക്ക ആൾക്കാരുടെ ഒരു പ്രശ്നമാണ് സ്ട്രെസ്സ് കൊണ്ട് അവർക്ക് BP കൂടുന്നു, ഷുഗർ കൂടുന്നു എന്ന് വേണ്ട എല്ലാം പ്രശ്നങ്ങളാണ്. ഓവർ വെയിറ്റ് ആകുന്നു. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏറ്റവും യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് സ്ട്രെസ്സ് വരുമ്പം എന്തിനെക്കുറിച്ചാണോ സ്ട്രെസ്സ്, ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ട്രെസ്സ് പകുതി കുറയും. അപ്പോൾ അതെന്ത് ചെയ്യണം? നിങ്ങളുടെ മൈൻഡ് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പം ഏറ്റവും കൂടുതൽ നമുക്ക് സ്ട്രെസ്ഫുൾ ആകുന്നത് നമ്മളുടെ BP. നമുക്ക് ഒരാളോട് ദേഷ്യം വരുമ്പം നമുക്ക് സ്ട്രെസ്സ് കൂടാം, ഒരാളോടുള്ള ഇമോഷണൽ അറ്റാച്ച് കൊണ്ട് നമുക്ക് സ്ട്രെസ്സ് കൂടാം, ഒരാളോട് മീൻസ് അനാവശ്യമായിട്ട് പിന്നെ നമ്മൾ വഴക്കുണ്ടാക്കുമ്പം, അല്ല നമ്മളുടെ വീട്ടിലാകട്ടെ, അതായത് ഫാമിലിയിലാകട്ടെ, നമ്മുടെ ജോബിലാകട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിലാകട്ടെ, എവിടെയാണെങ്കിലും. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് തന്നെ സ്വയം കുറച്ച് പേഷ്യൻസ് വേണം. എപ്പോഴും അത് കിട്ടണമെന്നില്ല, പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ പൊട്ടിത്തെറിക്കും. ഓക്കെ, അപ്പോൾ ആ പറയുന്ന സിറ്റുവേഷൻ, ബിക്കോസ് അത് പറഞ്ഞു, അത് കഴിഞ്ഞു. പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, ആ ഒരു വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, അത് ചെയ്യേണ്ടായിരുന്നല്ലോ, അത് ഒരു തെറ്റായിപ്പോയി എന്ന് തോന്നിയാൽ, നിങ്ങളതിനെ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ബെറ്റർ ടു അത് ഒന്നെങ്കിൽ നിങ്ങളതെന്ത് ചെയ്യണം, മറക്കാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ ആ സിറ്റുവേഷനിൽ ആർക്കാണോ നമ്മൾ ഫീലിങ്സ് കൊടുത്തത്, ആ വ്യക്തിയോട് നമുക്ക് ക്ഷമിക്കാൻ നമുക്കൊരു കഴിവുണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ അവരോട് ക്ഷമ പറയാനുള്ളൊരു കഴിവുണ്ടായിരിക്കണം. അപ്പോൾ പിന്നെ അതവിടെ കഴിഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ആ സ്ട്രെസ് ആകുമ്പോഴാണ് നമ്മുടെ BP കൂടുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്യണം. അതിന് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എന്താണോ നമുക്കിഷ്ടമുള്ള നമ്മുടെ ഹോബി, അത് നമ്മൾ ചെയ്യുക. ചിലർക്ക് കുക്കിംഗ് ആയിരിക്കാം, ചിലർക്ക് ലിസൺ ടു മ്യൂസിക് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലർക്ക് സിംഗിങ് ആയിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്. അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് നേരം പോയി തനിയെ ഇരിക്കുന്നതായിരിക്കാം, കിടന്ന് ഉറങ്ങുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഡ്രൈവിങ് ആയിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്. നമുക്ക് എന്താണോ ഒരു പാഷൻ, അല്ലെങ്കിൽ എന്താണോ നമ്മുടെ ഹോബി, അത് നമ്മൾ ആ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ, ഇപ്പോൾ തനിയെ ഇരിക്കാൻ ചിലർക്ക് ഇഷ്ടമാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ബെറ്റർ ടു സിറ്റ് അലോൺ. അപ്പം കുറച്ച് നേരം ചിലർക്ക് ബൈബിൾ വായിച്ച് കുറച്ച് നേരം ഇരിക്കുന്നതായിരിക്കും ഇഷ്ടം. അപ്പോൾ എന്താണോ നിങ്ങൾക്ക് കൂടുതൽ സ്ട്രെസ്ഫുള്ളായിട്ട് വന്ന ആ സിറ്റുവേഷൻ നിങ്ങൾ ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ പകുതി കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആകും. ഓക്കേ.